ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. കൊച്ചി മെട്രോ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കൊച്ചി വിമാനത്താവളം വഴി ആലുവ മുതൽ അങ്കമാലി വരെയാണ് മൂന്നാം ഘട്ടം. കൊച്ചി മെട്രോ മൂന്നാം ലൈനിന്റെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ടു. ഇതിന്റെ ഭാഗമായി പദ്ധതി പ്രദേശങ്ങളിലെ മണ്ണ് പരിശോധനയ്ക്കും ഭൂപ്രകൃതി സർവേക്കുമായി സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ ആരംഭിച്ചു. കൊച്ചി വിമാനത്താവളം വഴി ആലുവ മുതൽ അങ്കമാലി വരെയാണ് മൂന്നാം ഘട്ടം. സിസ്ട്ര MVA കൺസൾട്ടിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ഇതിന്റെ ചുമതല. സർവേ നടപടികൾക്കായി 1.3 കോടി രൂപയുടെ കരാർ ഏപ്രിൽ മാസമാണ് ഹരിയാന ആസ്ഥാനമായുള്ള സ്ഥാപനത്തിന് KMRL നൽകിയത്. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഭൂമിയിലെ അടയാളപ്പെടുത്തൽ താൽക്കാലികമാണെന്നും സർവേ പൂർത്തിയായാൽ ഇവ നീക്കം ചെയ്യുമെന്നും KMRL അറിയിച്ചു. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി മെട്രോ മൂന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും തേടുമെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്ഷേമ പെൻഷൻ നൽകാൻ കടമെടുത്ത പണം തിരിച്ചു നൽകാനുള്ള കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കി. പെൻഷൻ കമ്പനി എടുത്ത് വായ്പ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പെൻഷൻ കമ്പനിയെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങുന്നു. ഇതോടെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു നൽകാനുള്ള കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കി. 3 തവണയായി വാങ്ങിയ 6000 കോടി രൂപയാണ് തിരിച്ചു നൽകാനുള്ളത്. ഇതിന്റെ പലിശ നൽകി 1 വർഷത്തേക്ക് കൂടി നിശ്ചയിച്ച പലിശ നിരക്കിൽ വായ്പ പുതുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാലാവധി പൂർത്തിയായ വായ്പകൾ 1 വർഷത്തേക്ക് കൂടി നീട്ടണമെന്ന പെൻഷൻ കൺസോർഷ്യം മാനേജർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉത്തരവിറക്കിയത്. 1 വർഷമാണ് വായ്പയുടെ കാലാവധി. 9.1% പലിശയാണ് വായ്പയ്ക്ക് നൽകുന്നത്. സഹകരണ ബാങ്കുകൾ വായ്പാ തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാൽ അത് നൽകണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ അടുത്തിടെ 2000 രൂപയാക്കിയിരുന്നു. ഇതിന്റെ വിതരണത്തിനായി 2000 കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നാണ് വായ്പയെടുത്തത്. 1 വർഷ കാലാവധിയിലാണ് ഇത് തിരിച്ചു നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചാബ് നാഷണൽ ബാങ്കുകളിലെ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷാ തീയതി നീട്ടി. ഡിസംബർ 1 വരെയാണ് സമയം നീട്ടിയിരിക്കുന്നത്. 750 തസ്തികകളിലേക്കാണ് അപേക്ഷിക്കാനാവുക. ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക പോർട്ടലിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഡിസംബർ, ജനുവരി മാസങ്ങളിലായാണ് ഓൺലൈൻ പരീക്ഷ നടത്തുക. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണമെന്നും നിബന്ധനയുണ്ട്.